ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ കുഞ്ഞു ടോപ്പിക്ക്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ മറന്നുപോയോ? നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ അവർ വിട്ടുപോയോ? എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് നിങ്ങളിപ്പോൾ യൂണിവേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് എന്തെന്ന് നോക്കാം. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കാൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരൂ. നിങ്ങൾക്ക് കൂടുതൽ റെസൊനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. Earth angels, what do you need to? Okay. കാർഡിൽ പറയുന്നത് എന്താണെന്നറിയോ മക്കളെ? നിങ്ങളെ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി ഡേ ബൈ ഡേ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ വളരെ ശക്തമായിട്ട്, നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട്, ഇൻഫിനിറ്റ് ആയിട്ട്, ഒരിക്കലും നിർത്താത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ വ്യക്തി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം, എൻ്റെ വ്യക്തിയുമായിട്ട് പഴയ രീതിയിൽ റിലേഷൻഷിപ്പിലാവണം. ഈഗോ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ഈഗോ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് അവർ വരാതെ ഇരിക്കുന്നതും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളാണ് അവരെ തഴഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജും കാണുന്നുണ്ട്. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അടക്കി വെച്ചുകൊണ്ട് നിങ്ങളെ മനഃപൂർവ്വം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, മനഃപൂർവ്വം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ വർത്താനങ്ങൾ, വഴക്കുകൾ ഒക്കെ അവരുടെ മനസ്സിനെ വളരെ ഹാർഡായിട്ട് വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്.
അവർ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് നിങ്ങളുടെ വായിൽ നിന്നും പല വാക്കുകൾ വീണു പോയിട്ടുണ്ട്. അത് എങ്ങനെ റിക്കവർ ആവണം, എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് അവർക്ക് ചിന്തിച്ചിട്ടൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ അവരുടെ അമ്മേനെയോ അവരുടെ വീട്ടുകാരെയോ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ പേരിൽ ഒരുപാട് മുറിപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലൊന്നും നിങ്ങളുമായിട്ടുള്ള സ്നേഹം അവർക്ക് കളയാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ആൻഡ് ഇതിൽ തന്നെ കുറച്ച് പേരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സകലതും ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾ കൊടുത്തു, എന്നിട്ട് സഹായിച്ചവരാണ്. എല്ലാം കൊടുത്തു നിങ്ങൾ സഹായിച്ചു. പക്ഷെ നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ അവർ മറന്നുപോയതല്ല മനഃപൂർവ്വം. എന്ന് വെച്ചാൽ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തു, അവരവരുടെ കാര്യം നോക്കി പോയി എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കൂടി ഇതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ പൊട്ടനായി ഇരുന്ന് പോയി, പാട്ട് പാടാൻ അറിയാതെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരുന്ന് പോയി എന്ന് കാണുന്നുണ്ട്. പക്ഷേ കുറച്ചധികം പേരെ കാണുന്നത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ. പക്ഷേ ആ സ്നേഹം അവർക്ക് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ, നാലാളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനോ അവർക്ക് അറിയത്തില്ല. നാലാളുടെ മുമ്പിൽ തങ്ങളുടെ സ്നേഹം റിയലിസ്റ്റിക് ആണ് എന്ന് കാണിക്കാനൊന്നും അവർക്കറിയില്ല. പക്ഷേ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളാണ്. ജീവന തുല്യം നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ളവരാണ്. എന്തും കൊടുത്തും സർവം കൊടുത്തും നിങ്ങളെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ് അവർ. എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളെ സകല ഇൻപുട്ട് കൊടുത്ത് നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ളവരാണ്. ഒരു കാര്യത്തിൻ്റെ പേരിലും നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പേരിലും നിങ്ങളെ അവർ മാറ്റി നിർത്താനോ ഒന്നും അവർക്ക് പറ്റത്തില്ല. കാരണം അവരങ്ങനെയുള്ള ആളുകളല്ല. പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല ഗൈസ്. അതാണ് അവരുടെ പ്രശ്നം. എങ്ങനെയാണ് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് അവർക്ക് ഒട്ടും അറിയില്ല. അവരുടെ സ്നേഹം എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞൊരു ചെറിയ മുറിവോ ഒരു ചെറിയ അങ്ങനെ ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കൊരു വേദനിക്കുന്ന ഒരു നിമിഷം വരുമ്പോൾ, നിങ്ങൾ വിഷമിക്കുന്ന ഒരു നിമിഷം വരുമ്പം അവരുള്ള ഒക്കെ കളഞ്ഞ് എല്ലാ പരിഭവവും മാറ്റിവെച്ച് നിങ്ങളുടെ അടുത്തേക്ക് സർവം സമർപ്പിച്ച് ഓടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അവർ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് റിക്കവർ, എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവരിയ്ക്കുന്നത്. പക്ഷേ അവർ പല ഡിസിഷൻസും എടുക്കുന്നുണ്ട്, പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നിങ്ങളെ അവർ ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഓടി വന്ന് 2 ഉമ്മൊക്കെ തരിക, അല്ലെങ്കിൽ ഹഗ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അതൊന്നുമല്ല സ്നേഹം. എന്നും ഉള്ള ആളുകളുണ്ട് ഈ ലോകത്ത്. പക്ഷെ സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹമൊന്നും വിലയുള്ളതാവില്ല. അതായത് വാല്യൂ അർഹിക്കില്ല. കാരണം ആരും പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെച്ച സ്നേഹമൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല ഇന്നത്തെ കാലത്ത്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പ്രകടിപ്പിക്കണം, പുറത്ത് കാണിക്കണം. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാളായിട്ടാണ് എനിക്ക് കാണുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിലായാലും ആ വ്യക്തിയുടെ ലൈഫിലായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നേരിടാൻ ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. മനസ്സിലായോ? പല പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ. ആ പ്രശ്നങ്ങളെ എല്ലാം നേരിടാനായിട്ട് ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഒരുപാട്, നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട്, നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ചെറിയ വിഷമം വരുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ കിടന്ന് പടയുന്നുണ്ട്. പക്ഷെ നിങ്ങളത് അറിയുന്നില്ല, നിങ്ങളെ അത് കാണിക്കുന്നില്ല. മനസ്സിലായി? അല്ലാതെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ അവർ മറന്നു പോയിട്ടൊന്നുമില്ല. നിങ്ങളെ സ്നേഹിക്കാൻ അവർ മറന്നു പോയോ, ഞാൻ എത്രയും സ്നേഹിച്ചിട്ടും എനിക്ക് തിരിച്ചു തരുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. നോ, നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അതൊന്നും അല്ല സത്യം. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതും നിങ്ങൾ കാണുന്നതും ഒന്നും അല്ല സത്യം. അതിലപ്പുറം പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ വേണമെങ്കിൽ ഒറാക്കിൾ കാർഡ്സ് നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല, ഇപ്പോൾ തോന്നി ഇത് വന്ന് എന്നും പറഞ്ഞു പോകാമെന്നുള്ളൊരു മൈൻഡ് വേണ്ട. ഞാൻ ഒറാക്കിൾ കാർഡ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. കണ്ടോ?
കണ്ടോ എത്ര അർത്ഥവത്തായിട്ടുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളതിൽ ഒരു പൊടി പോലും സംശയമില്ല അത് വിശ്വസിക്കണം. കാരണം സിംഹക്കുട്ടിയെ പോലും മെരുക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അത്രയും സ്ട്രെങ്ത് ഉള്ള ആളുകളാണ്. നിങ്ങളുടെ സ്നേഹം സത്യമാണ്. നിങ്ങളുടെ സ്നേഹം വളരെ നല്ലൊരു ബോണ്ടുള്ള സ്നേഹമാണ്. ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുന്ന നിമിഷം നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് അത് കയറ്റിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കും, പല പ്രശ്നങ്ങൾ വരും. വിശ്വസിക്കാൻ തയ്യാറാവാൻ നിങ്ങൾക്ക് ചുറ്റും പല സയൻസും ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പല സയൻസും നിങ്ങളുടെ ചുറ്റും ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ സയൻസ് എല്ലാം നിങ്ങളൊന്ന് ചെകഞ്ഞ് കണ്ടുപിടിക്കുക. ആ സയൻസ് എല്ലാം എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നത്, സിംബോളിക്കായിട്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കാണുന്ന ഡെയിലി ഫാൻസി നമ്പേഴ്സ് ആയാലും ഇപ്പോൾ ഇൻഫിനിറ്റ് പോലത്തെ പല സിമ്പിൾസ് ആയാലും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാൻ ഇനി പറയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ സംശയം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് പിന്നീട് ഡയറക്റ്റ് കാണുമ്പം അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ഏത് ഫാൻസി നമ്പേഴ്സ് കണ്ടാലും എങ്ങനെയാണ്, ഏതാണ്, ഇതിൻ്റെ അർത്ഥം എന്താണ് ചേച്ചി, എന്ത് കൺഫ്യൂഷൻ വന്നാലും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിലും നിങ്ങൾ ചോദിച്ചോളുക, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളുക. എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത്. ചുറ്റുമുള്ള സയൻസ് ഒന്ന് കാണാൻ ശ്രമിക്കുക ആൻഡ് വിശ്വസിക്കുക. അപ്പോൾ കണ്ടോ എഗെയിൻ ആൻഡ് എഗെയിൻ വന്നത് ട്രസ്റ്റ്. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുക, വീണ്ടും ട്രസ്റ്റ്, വിശ്വസിക്കുക. 2 തവണ ട്രസ്റ്റ് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ചിന്തിക്കുക. ഇപ്പം ഒരു ടാരറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇത് അഗെയിൻ ആൻഡ് അഗെയിൻ വീണ്ടും വീണ്ടും അത് വന്നു. ഇപ്പം ഞാൻ ഇഫ് യു ബിലീവ് ഇവിടെ പറഞ്ഞു, അതിൻ്റെ പിന്നാലെ കണ്ടോ ട്രസ്റ്റ് വീണ്ടും വന്നു. അതാണ്, അതിലൊരു സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് എക്സ്പ്രസീവായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരും, റിവീലാവും. ഇത്രയും കാലം അവർ പ്രകടിപ്പിക്കാൻ അറിയാത്ത രീതിയിലാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത്. പക്ഷെ ഇനി മുതൽ പ്രകടിപ്പിച്ച് തുടങ്ങാൻ പോവാണ്. അത് നിങ്ങൾക്ക് തന്നെ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒക്കേഷൻസിലൂടെ നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. എൻ്റെ സ്നേഹം, എൻ്റെ പാർട്ട്ണറുടെ സ്നേഹം ഇത്രത്തോളം മനസ്സിലുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ആലോചിച്ച് കുളിർമ കൊള്ളാൻ പോകുന്ന അവസരങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടാവില്ല. ആദ്യം കുറച്ച് നാൾ അനുഭവിച്ചു, പിന്നെ അങ്ങോട്ട് അതൊക്കെ മിസ്സായി പോയി ഉള്ളവരായിരിക്കും. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നല്ല. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നുണ്ട്, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഒരു സൈനിന് വേണ്ടി നിങ്ങൾ നോട്ടമിടാൻ പോവുകയാണ്. ആ സൈൻ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. അതിലേക്ക് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സ്ട്രെങ്ത് ഒട്ടും കുറവുള്ള ആളുകളൊന്നുമല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താഴെ എന്ത് ഡൗട്ട് വന്നാലും ചോദിച്ചോളാം. ആൻഡ് ഈ വീഡിയോയിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ എനർജീസും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് ജേണൽ ചെയ്യുക. അതായത് കമൻറ്റ് ബോക്സിൽ എഴുതുക. അതുവഴി നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിലേക്ക് എഫേം ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ ലവറിൻ്റെയും പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുവഴി നിങ്ങൾക്ക് പ്രയറിൽ ഉൾപ്പെടുത്താനും പറ്റും. അപ്പോൾ ഒരു കിടിലൻ ലൈക്കും ഷെയറും ചെയ്യുക, അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ.